ദൈവമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ വാഗ്വാദം തന്നെ അതിൻ്റെ പേരിലുണ്ടാകും. പ്രേതമുണ്ടെന്ന് പറയുന്നവരും കുറേ പേർ തന്നെ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രേതമില്ല എന്ന് പറയുന്നവരും കാണും. സ്വാഭാവികമായി എൻ്റെ ഒരു സംശയമാണ്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കേണ്ടവരല്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള നടന്ന സംഭവം എന്ന് പറയപ്പെടുന്നതും അതും ചൈനയിൽ പ്രചരിക്കുന്നതുമായ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ബസ് 375. ഇത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഡയറി എന്ന തമിഴ് മൂവി ഓർമ്മ വന്നിട്ടുണ്ടാകും. എന്തായാലും ചൈനയിൽ പരമ്പരാഗതമായ ഒരു വിശ്വാസമുണ്ട്. ലൂണാർ വർഷങ്ങളിൽ 7ാം മാസം എന്ന് പറയുന്നത് പ്രേതാത്മാക്കളുടെ മാസമാണെന്നത്. ആ മാസങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വാതിലുകളെല്ലാം തുറന്നിടും പ്രേതാത്മാക്കൾക്ക് ഭൂമി സന്ദർശിക്കുന്നതിന് വേണ്ടി. അതായത് ജീവിത കാലഘട്ടത്തിൽ, അതായത് അവർ ജീവിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടത്തപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം പ്രേതാത്മാക്കൾക്കായി വിട്ടു നൽകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഈ ഒരു സ്റ്റോറിയും ഉണ്ടായതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. സംഭവം നടക്കുന്നത് 1995 നവംബർ 14 ചൈനയിലെ ബെയ്ജിങ്ങിൽ. അവിടെ നിന്ന് യുവാങ് മിങ്വാൻ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് ഫ്രഗ്രൻസ് ഹില്ലിലേക്ക് അവസാന ബസ്സായ ബസ് 375 പുറപ്പെടുന്നു. അത് പുറപ്പെട്ട സമയത്ത് അതിൽ ഡ്രൈവറായിരുന്ന ആളും പിന്നീട് കണ്ടക്ടറായിട്ടൊരു ലേഡിയുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അവസാന ബസ്സായിരുന്നത് കൊണ്ട് തന്നെ ആദ്യ സ്റ്റോപ്പിൽ നിന്ന് നിറയെ യാത്രക്കാർ ഈ ബസ്സിലേക്ക് എത്തിയിരുന്നു. അതായത് അവിടെ ഒരു റിമോട്ട് ഏരിയ ആണ്. പിന്നീട് അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാട്ടിലൂടെ ഒക്കെ പോകുന്ന വഴികളാണ്. ആ ഒരു ഭാഗം എത്തുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പല സ്റ്റോപ്പുകളിലായി എല്ലാ യാത്രക്കാരും ഇറങ്ങിയിരുന്നു. അതോടുകൂടി പകുതി വഴിയിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാകുന്നു. പിന്നീടും ഈ ഒരു ബസ് മുന്നോട്ട് തന്നെ പോവുകയാണ്. അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു വൃദ്ധയും ഒരു യുവാവും ഒരു കപ്പിൾസും ഈ ഒരു ബസ്സിലേക്ക് കയറുന്നു. വൃന്ദ കയറാൻ വേണ്ടി പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു. കാരണം പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ. കൂടെയുള്ള യുവാവാണ് ഈ ഒരു വൃദ്ധയെ കൈ പിടിച്ച് ബസ്സിലേക്ക് കയറ്റാൻ സഹായിക്കുന്നത്. അതോടുകൂടി തന്നെ വൃന്ദ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് മകനെ, നീ ദീർഘകാലം ജീവിക്കും എന്ന രീതിയിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും തന്നെ ഈ ഒരു ബസ്സിലേക്ക് കയറുന്നു. അതായത് ഇപ്പോൾ ആ ഒരു ബസ്സിലുണ്ടാകുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 6 പേരാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താൻ കേവലം 7 സ്റ്റോപ്പുകൾ മാത്രം ബാക്കിയായിരിക്കുന്നു. ആ ഒരു സമയത്ത് റോഡ് അരികിൽ നിന്ന് 2 പേർ കൈ കാണിക്കുകയാണ് ബസ്സിലേക്ക്. എന്നാൽ ഡ്രൈവർ അവിടെ നിർത്താൻ കൂട്ടാക്കാതെ തന്നെ അതേ സ്പീഡിൽ തന്നെ ബസ് മുന്നോട്ട് ഓടിക്കുകയാണ്. കണ്ടക്ടർ പറയുന്നുണ്ട്, ഇത് അവസാന ബസ്സല്ലേ, അവർക്ക് വേറെ ബസ്സൊന്നും കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് നമുക്ക് അവരെ കൂടി ഈ ബസ്സിലേക്ക് കയറ്റാമെന്ന്. പക്ഷേ വലിയൊരു താല്പര്യമില്ലെങ്കിൽ പോലും കണ്ടക്ടർ പറഞ്ഞതുകൊണ്ട് ബസ് അവിടെ നിർത്തുന്നു. അവിടെ നിർത്തി ഈ ഒരു യാത്രക്കാർ, കൈ കാണിച്ച യാത്രക്കാർ ബസ്സിലേക്ക് കയറിയപ്പോഴാണ് അവർ എല്ലാവരും തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഡ്രൈവർ കൈ കാണിക്കുന്നതായി കണ്ടത് 2 പേരെയാണ്. എന്നാൽ ബസ് സ്റ്റോപ്പ് ചെയ്ത് ബസ്സിനകത്തേക്ക് ആൾ കയറിയപ്പോൾ അവർ 3 പേരായി. പക്ഷെ 2 പേരുടെ മുഖം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നടുക്കുള്ള ആളാകട്ടെ മുടി മുഴുവൻ മുന്നിലേക്കിട്ട് മുഖം മറച്ച് ആകെ തളർന്ന് 2 പേരുടെയും തോളിൽ ചാഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലുമായിരുന്നു. എന്തായാലും ആ 3 പേരെയും ബസ്സിലുള്ള എല്ലാവരും തന്നെ ഭയങ്കരമായി ശ്രദ്ധിച്ചു. കാരണം എന്താണെന്നല്ലേ, പരമ്പരാഗതമായ അവിടെ ക്വീൻ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു രാജവംശമുണ്ടായിരുന്നു. ആ രാജവംശത്തിൽപ്പെട്ടവർ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങളായിരുന്നു ഈ 3 പേരും തന്നെ ധരിച്ചിരുന്നത്. കൂടാതെ കാണാൻ കഴിയും, അതായത് മുഖം കാണാൻ കഴിയുന്ന 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ മുഖമെല്ലാം തന്നെ ഭയങ്കരമായ പേൾ നിറത്തിൽ, അതായത് രക്തം വറ്റിയ നിലയിലുമാണ് കാണപ്പെട്ടത്. ഇത് ആ ഒരു ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും ഒരു ചെറിയ ഭീതിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ആ യാത്രക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, വഴിയരികിൽ നിന്ന് കയറിയത് കണ്ടില്ലേ, ഇവർ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിച്ചിട്ട് വന്നതായിരിക്കും. ക്ഷീണം കാരണം കോസ്റ്റ്യൂം ഒന്നും ഊരാതെ അതേപടി തന്നെ ബസ്സിൽ കയറിയതായിരിക്കും. പിന്നെ നടുക്കുള്ള ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, മദ്യപിച്ച് ലെക്ക് കെട്ട മട്ടുമാണ്. അതുകൊണ്ട് നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അവരെ മൈൻഡും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഈ 3 പേർ ബസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സീറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി ഈ പറയുന്ന ആദ്യം ആ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയെന്ന് പറയുന്നില്ലേ, വൃദ്ധയും യുവാവും ഫ്രണ്ടിലായി തന്നെ ഡോറിനോട് ചേർന്ന് മുമ്പിലും പുറകിലുമായിട്ടുള്ള സീറ്റിലും. പിന്നീട് ആ കപ്പിൾസ് ആകട്ടെ സൈഡിൽ ഡ്രൈവറിൻ്റെ പുറകിലായിട്ടുമാണ് ഇരുന്നത്. ആ ബസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അടുത്ത് വരുന്ന സ്റ്റോപ്പിൽ ഈ കപ്പിൾസ് ആദ്യം ഇറങ്ങുന്നു. അതായത് ആ ഒരു വൃദ്ധയോടും യുവാവിൻ്റെയും ഒപ്പം കയറിയില്ലേ അവർ. അതിനുശേഷം ബസ്സിലുണ്ടായിരുന്നത് ഈ പറയുന്ന വൃദ്ധയും ആ ഒരു യുവാവും ഡ്രൈവറും കണ്ടക്ടറും ലാസ്റ്റ് കയറിയ ആ 3 പേരുമായിരുന്നു.
അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കലേ ഈ ഒരു ലാസ്റ്റ് കയറിയ 3 പേരെ ഭയങ്കരമായിട്ട് വൃദ്ധ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തുറച്ചു നോക്കുന്നുണ്ട് ഈ 3 പേരെ. പെട്ടെന്ന് ഈ വൃദ്ധ ഭയങ്കരമായിട്ട് അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് എൻ്റെ പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞ് മുന്നിലിരിക്കുന്ന യുവാവിനെ അമിതമായി ഉപദ്രവിക്കുകയാണ്. അതും ആ യുവാവ് പറയുന്നുണ്ട്, എങ്ങനെയാണ് മുൻ സീറ്റിലിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പേഴ്സ് എടുക്കുന്നത്, നിങ്ങൾക്കത് ഭ്രാന്താണോ എന്ന്. ഇല്ല, ഇവൻ തന്നെയാണ് എടുത്തതെന്ന് എനിക്ക് 100% ഉറപ്പാണെന്ന് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. പെട്ടെന്ന് തന്നെ ബസ് നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ഈ വൃദ്ധയുടെ അടുത്തേക്ക് വന്ന്, അത് ശരിയാണല്ലോ, മുന്നിലിരിക്കുന്ന യുവാവ് എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സ് എടുക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയതായിരിക്കും. ഇല്ല, എനിക്ക് ഉറപ്പ് തന്നെയാണ്, ഇവൻ തന്നെയാണ് എൻ്റെ പേഴ്സ് എടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയേ പറ്റൂ, എനിക്കിവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. പക്ഷേ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറയുന്നത് 20 കിലോമീറ്റർ അപ്പുറമാണ്. സ്വാഭാവികമായും അവസാന ബസ്സാണ്, രാത്രിയായിരിക്കുന്നു. ഇത് വീണ്ടും ഈ ഒരു ട്രിപ്പ് ഡിലേ ആകാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. അതോടുകൂടി ഡ്രൈവർ ചൂടാവുകയാണ് വൃദ്ധയ്ക്ക് നേരെ. അതൊന്നും പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇറങ്ങിക്കോ, ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വേണമെങ്കിൽ ഇവിടെ തന്നെ ഇറങ്ങി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടെത്തി കംപ്ലൈൻറ്റ് കൊടുത്തോ, ഞങ്ങൾക്ക് ഇതിനൊന്നുമുള്ള സമയമില്ല. എന്തായാലും ശരി, ഞാൻ എന്നാൽ ഇറങ്ങിയേക്കാം, എന്തായാലും ഇവനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാതെ എനിക്ക് സമാധാനം വരില്ല എന്ന് പറഞ്ഞ് വൃദ്ധ ഈ യുവാവിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ശക്തമായി ബസ്സിന് പുറത്തേക്ക് എത്തിക്കുകയാണ്. ശേഷം ഈ ബസ് വിട്ടുപോവുകയും ചെയ്തു. എന്നാൽ ബസ് പോയ ഉടനെ തന്നെ ഈ വൃദ്ധ യുവാവിനോട് ക്ഷമയാചിക്കുകയാണ്. യുവാവ് ഭയങ്കരമായി ചൂടാകുന്നുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, ഇതെൻ്റെ അവസാനത്തെ ബസ്സായിരുന്നു, വീട്ടിലേക്കെത്താൻ ഇനി ഞാൻ എന്ത് ചെയ്യും, എത്ര കിലോമീറ്റർ എന്ന് വെച്ചാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഈ വൃദ്ധ പറയുകയാണ്, ശരിക്കും ഞാൻ നിന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഈ ബസ്സിൽ നീ യാത്ര തുടർന്നിരുന്നുവെങ്കിൽ ഉറപ്പായും നിന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഇത് കേട്ട് യുവാവ് പെട്ടെന്ന് തന്നെ ഞെട്ടി. അതെന്താണ് അങ്ങനെ പറഞ്ഞത്, അതിനുള്ള എന്ത് സാഹചര്യമായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, നീ അവസാനം കയറിയ ആ 3 പേരെ ശ്രദ്ധിച്ചിരുന്നു. അവർ കയറിയപ്പോൾ തന്നെ എനിക്കെന്തോ അസ്വാഭാവികത തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് കാറ്റത്ത് ഈ 3 പേരുടെയും ഡ്രസ്സുകൾ പൊങ്ങി ഉയർന്നത്. ആ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. ആ 3 പേർക്കും കാലുകളില്ലായിരുന്നു. ഇത് കേട്ടയുടൻ യുവാവ് ഭയങ്കരമായി ടെൻഷനിലായി. അയ്യോ, നമ്മൾ രക്ഷപ്പെട്ടു, ഇനി ആ ബസ് ഡ്രൈവർക്കും കണ്ടക്ടറിനും അപകടമുണ്ടാവില്ലേ? അത് ശരിയാണ്, പക്ഷേ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചത്. പക്ഷേ ബസ് ഡ്രൈവർ അത് കേൾക്കാതെ ബസ് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാനാകും? സ്വാഭാവികമായും അവർ അപകടത്തിലാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് അവിടെ ചെന്ന് ഈ കാര്യം പറയാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. വൃദ്ധയും യുവാവും പോലീസ് സ്റ്റേഷനിലെത്തി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിവരിച്ചു. പക്ഷേ പോലീസ് ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയും ചെയ്തു. ശരിയാണ്, സ്വാഭാവികമായും പ്രേതങ്ങൾ ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ബസ് ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരാണ് ഇതൊക്കെ കേൾക്കുക? എന്നാൽ ഇവരെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലൊരു ന്യൂസാണ് പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ബസ് നമ്പർ 375 അതിൻ്റെ ഡെസ്റ്റിനേഷൻ സ്റ്റോപ്പായ ഫ്രഗ്രൻസ് ഹില്ലിലേക്ക് എത്തിയിട്ടില്ല. അതായത് അതിന് ഏകദേശം 4 ബസ് സ്റ്റോപ്പുകൾക്ക് മുമ്പ് വരെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എവിടെ നിന്നില്ലാതെ ആ ഒരു ബസ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോഴാണ് പോലീസുകാർക്ക് ഈ പറയുന്ന വൃദ്ധയെയും യുവാവിനെയും ഓർമ്മ വന്നത്. ഉടൻ തന്നെ ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തു. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂസിലെല്ലാം തന്നെ ഈ വൃദ്ധ വന്നിരുന്ന് ഡയറക്റ്റ് ഈ ഒരു തൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഉടൻ തന്നെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ 20 കിലോമീറ്റർ ചുറ്റളവിൽ അന്വേഷിച്ചിട്ടും ബസ് കണ്ടെത്താൻ സാധിച്ചില്ല. സ്വാഭാവികമായും ആ ഒരു ദൂരം വരെ പോകാനുള്ള ഫ്യൂവൽ മാത്രമേ ആ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു ചുറ്റളവിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അവർ ആ ഒരു അന്വേഷിക്കുന്നതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കൂട്ടി. അങ്ങനെ ബസ് നവംബർ 16 പുലർച്ചെ ലഭിക്കുകയാണ്. അതും ആ ഒരു ലാസ്റ്റ് സ്റ്റോപ്പായ ഫ്രഗ്രൻസ് ഹില്ലിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള മിയോൺ റിസർവോയറിലുള്ള ഒരു തടാകത്തിൽ നിന്ന്. പൂർണ്ണമായും മുങ്ങിയ നിലയിലായിരുന്നു ഈ ഒരു ബസ് കണ്ടെത്തുന്നത്. ബസ് കണ്ടെത്തിയ ഉടനെ തന്നെ പരിശോധിച്ചതിൽ അതിൽ നിന്ന് ഏകദേശം 5 ഡെഡ് ബോഡികൾ ലഭിച്ചു. എന്നാൽ ആ ഡെഡ് ബോഡികൾ കണ്ടെത്തിയതിലും ഉണ്ടായിരുന്നു ഒരുപാട് പ്രത്യേകതകൾ. അതായത് ഈ ബസ് കാണാതാകുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ. അതിലുണ്ടായിരുന്ന 2 മൃതശരീരങ്ങൾക്ക് ആ തരത്തിലുള്ള പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബാക്കി ലഭിച്ച 3 മൃതശരീരങ്ങളും വർഷങ്ങൾ പഴക്കമുള്ളവയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ശരിയാണ്, സമ്മർ സീസൺ ആണെങ്കിൽ കൂടിയും ഈ തരത്തിലുള്ളൊരു പഴക്കം മൃതശരീരങ്ങൾക്ക് വരാൻ യാതൊരു കാര്യവുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോലീസുകാർക്കും ഒരുപാട് അത്ഭുതവും അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടാക്കി.
എന്തായാലും ഇതുവരെ എങ്ങനെ എത്തി ഈ ബസ് ഫ്യൂവൽ ഇല്ലാതെ എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായും ഫ്യൂവൽ ടാങ്കും ഇവർ പരിശോധിച്ചു. ആ കണ്ട കാഴ്ചയും എല്ലാവരെയും തന്നെ ഞെട്ടിച്ചു. ഫ്യൂവലിന് പകരം ആ ടാങ്കിലുണ്ടായിരുന്നത് ബ്ലഡായിരുന്നു. എന്താണ് ശരിക്കും ഈ ബസ്സിന് നടന്നത്? ഈ പറയുന്നത് പോലെ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ചൈനീസ് പരമ്പരാഗതമായ വിശ്വാസപ്രകാരം ആത്മാക്കൾ ഭൂമി സന്ദർശിക്കാറുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ നടന്നത്? അതായത് പഴയ കാലത്തിൽ നിന്നുള്ള 3 പേരായിരിക്കുമോ ഈ ബസ്സിലേക്ക് കയറിയത്? അവർ ആദ്യം ലക്ഷ്യം വെച്ചതും ചിലപ്പോൾ യുവാവിനെ തന്നെ ആയിരിക്കാം. അത് കിട്ടാതെ വന്നതോടുകൂടി ബസ് ഡ്രൈവർക്കും കണ്ടക്ടറിനും നേരെ ഈ ഒരു നോട്ടം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലക്ഷ്യം ചെന്നെത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും ഇതൊക്കെ തന്നെ അജ്ഞാതമായി തുടരുകയാണ്. പക്ഷേ ഈ റിസർവോയറിലേക്ക് എങ്ങനെ ഈ ബസ് എത്തി? റിസർവോയറിൻ്റെ എൻട്രൻസ് മുഴുവനുമുള്ള സെക്യൂരിറ്റി ക്യാമറകളും പോലീസ് അന്വേഷിച്ചു. അവിടെ എങ്ങും ഈ ഒരു ബസ് ഇതിലേക്ക് വന്നതായിട്ടുള്ള ഒരു തെളിവ് പോലും ക്യാമറയിലുമില്ല. കഥ ഇങ്ങനെ ചൈന ഒട്ടാകെ പ്രചരിച്ചു. സ്വാഭാവികമായും വർഷങ്ങൾ കഴിഞ്ഞും ഇതിങ്ങനെ പുതിയ തലമുറകളിലേക്കും എത്തി. അതോടുകൂടി പുതിയ മീഡിയകളൊക്കെ തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഈ അടുത്ത കാലത്തായി ഒരു മീഡിയ അന്വേഷിച്ചതിൽ നിന്ന് ഈ ഒരു കഥ നടക്കുന്നതായി പറയുന്നത് 1995-ലാണല്ലോ. എന്നാൽ അവിടുത്തെ ഒരു മെയിൻ സിംഗർ, അതായത് പോപ്പുലർ ആയിട്ടുള്ളൊരു സിംഗർ ഇതേ ഒരു സ്റ്റോറി 1990-ൽ നടന്ന ഒരു പ്രോഗ്രാമിൽ പറയുന്നതായി അവർ കണ്ടെത്തി. കൂടാതെ ഈ ഫ്രഗ്രൻസ് ഹില്ലിലേക്ക്, അതായത് അതൊരു ലാസ്റ്റ് സ്റ്റോപ്പായി ഒരു ബസ് പോലും ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നുവെന്നും അവർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന കഥ ആരായിരിക്കും പടച്ചു വിട്ടിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്തെന്നറിയാതെ എവിടെയെങ്കിലും ഒരു പ്രേത ബസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകുമോ? ഇതെല്ലാം തന്നെ ഒരു അത്ഭുത കഥയായും അല്ലെങ്കിൽ കെട്ടുകഥയായും ഒക്കെ തന്നെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥയിൽ ഈ പറയുന്ന വൃദ്ധയാണ് ഇതിനെല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയതെങ്കിൽ ചില കഥകളിൽ അതൊരു വൃദ്ധനാണ്. എന്നിരുന്നാലും പ്രേതകഥകൾ കേൾക്കുക എന്നത് എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സ്റ്റോറീസുമായി ഇനിയും എത്തുന്നതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.